നമസ്കാരം. ജനറൽ നോളജിൽ നിന്ന് തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലെ. ദേശീയ ഗാനങ്ങൾ. ദേശീയ ഗാനത്തെക്കുറിച്ചുള്ള പഠനം ആന്തമറ്റോളജി. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന. ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഭാരത് വിധാത. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് 1950 ജനുവരി 24. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് 1950 ജനുവരി 24. ദേശീയ ഗാനം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം കൊൽക്കത്ത സമ്മേളനം 1911 ഡിസംബർ 27. 1911 ഡിസംബർ 27 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ദേശീയഗാനം ആദ്യമായി ആലപിച്ചത്. ദേശീയഗാനം ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡ്. ജനഗണമന രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി. ജനഗണമന രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി. ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. ജനഗണമന ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് രവീന്ദ്രനാഥ ടാഗോർ. ദേശീയഗാനത്തിന് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ. ദേശീയഗാനത്തിന് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ. ദേശീയഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണം. ശങ്കരാഭരണമാണ് ദേശീയഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം. ഏറ്റവും പഴക്കമുള്ള ദേശീയഗാനമുള്ള രാജ്യം ജപ്പാൻ. ഏറ്റവും പഴക്കമുള്ള ദേശീയഗാനമുള്ള രാജ്യം ജപ്പാൻ. ജപ്പാൻ ദേശീയഗാനം അറിയപ്പെടുന്നത് കിമി ഗായോ. ഏറ്റവും കൂടുതൽ വരികളുള്ള ദേശീയഗാനമുള്ള രാജ്യം ഗ്രീസ്. സംഗീതം മാത്രമുള്ളതും വരികളില്ലാത്തതുമായ ദേശീയഗാനമുള്ള രാജ്യം സ്പെയിൻ. കൃത്യമായ സംഗീതം നൽകിയ ഏറ്റവും പഴയ ദേശീയഗാനമുള്ള രാജ്യം നെതർലൻഡ്സ്. ആലപിക്കാൻ ഏറ്റവും കൂടുതൽ സമയം ആവശ്യമായ ദേശീയഗാനമുള്ള രാജ്യം ഉറുഗ്വേ. 2 ദേശീയഗാനമുള്ള ഏക രാജ്യം ന്യൂസിലാൻഡ്. യുണൈറ്റഡ് കിങ്ഡമിൻ്റെ ദേശീയഗാനത്തിൻ്റെ അതേ സംഗീതത്തിൽ ദേശീയഗാനമുള്ള രാജ്യം ലിച്ചൻസ്റ്റൈൻ. സ്വന്തമായി ദേശീയഗാനമില്ലാത്ത ഏക രാജ്യം സൈപ്രസ്. ഏത് രാജ്യത്തിൻ്റെ ദേശീയഗാനമാണ് സൈപ്രസ് ഔദ്യോഗികമായി ഉപയോഗിക്കുന്നത്? ഗ്രീസ്. ഫിൻലാൻഡിൻ്റെ ദേശീയഗാനത്തിൻ്റെ അതേ സംഗീതമുള്ള ദേശീയഗാനമുള്ള രാജ്യം എസ്തോണിയ. ലോക പ്രശസ്ത സംഗീതജ്ഞനായ മൊസാൾട്ട് സംഗീതം നൽകിയതായി കരുതപ്പെടുന്ന ദേശീയഗാനമുള്ള രാജ്യം ഓസ്ട്രിയ. 2 രാജ്യങ്ങളുടെ ദേശീയഗാനങ്ങൾ രചിച്ചിട്ടുള്ള വ്യക്തികൾ രവീന്ദ്രനാഥ ടാഗോർ, ഇന്ത്യ ബംഗ്ലാദേശ്. എനോക് മന്നായി സോൺടോക്ക്. ടാൻസാനിയ, സാംബിയ എന്നീ രാജ്യങ്ങളുടെ ദേശീയഗാനം രചിച്ചത് എനോക് മൻകായി സോങ്ടോങ് ആണ്, സൗത്ത് ആഫ്രിക്കക്കാരൻ. അപ്പോൾ 2 രാജ്യങ്ങളുടെ ദേശീയഗാനം രചിച്ചിട്ടുള്ള വ്യക്തികൾ രവീന്ദ്രനാഥ ടാഗോർ, എനോക് മൻകായി സോൺടോങ്. നേപ്പാളിൻ്റെ ദേശീയഗാനത്തിന് സംഗീതം നൽകിയ ഇന്ത്യൻ വംശജൻ ആംബർ ഗരങ്. ശ്രീലങ്കൻ ദേശീയഗാനം രചിച്ചത് ആനന്ദ സമരക്കോൻ. തമിഴ് വകഭേദമുള്ള ദേശീയഗാനമുള്ള രാജ്യം ശ്രീലങ്ക. ഇംഗ്ലീഷ്, ഫ്രഞ്ച് എന്നീ ഭാഷകളിൽ ദേശീയഗാനമുള്ള രാജ്യം കാനഡ. 5 ഭാഷകൾ ഉപയോഗിച്ചുള്ള ദേശീയഗാനമുള്ള രാജ്യം ദക്ഷിണാഫ്രിക്ക. പാകിസ്ഥാൻ്റെ ദേശീയഗാനം എഴുതിയത് ഹഫീസ് ജുല്ലുന്താരി. അമേരിക്കയുടെ ദേശീയഗാനം എഴുതിയത് ഫ്രാൻസിസ് സ്കോട്ട് കീ. ദേശീയഗീതം. ഇന്ത്യയുടെ ദേശീയഗീതം വന്ദേ മാതരം. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ജദുനാഥ് ഭട്ടാചാര്യ. വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം കൊൽക്കത്ത സമ്മേളനം 1896. ഏത് കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്? ഏത് കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്? ആനന്ദമഠം 1882. വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നത് മദർ ഐ ബോട്ട് ടു ദി.
വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് അരവിന്ദ ഘോഷ്. വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചത് 1950 ജനുവരി 24. അപ്പോൾ ദേശീയഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ചത് 1950 ജനുവരി 24. വന്ദേ മാതരം രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി. ദേശീയ പതാക. ഇന്ത്യൻ പതാകയുടെ ആകൃതി ദീർഘചതുരാകൃതി. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2. നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2. വീതിയും നീളവും വരുമ്പോൾ 2:3. ദേശീയ പതാകയുടെ ഏറ്റവും ചെറിയ അനുപാതം 15:10 സെൻറ്റിമീറ്റർ. ദേശീയ പതാകയുടെ ഏറ്റവും ചെറിയ അനുപാതം 15:10. ദേശീയ പതാകയുടെ ഏറ്റവും വലിയ അനുപാതം 6.3:4.2 മീറ്റർ. ദേശീയ പതാക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തുണി ഖാദി തുണി. ദേശീയ പതാകയിലെ നിറങ്ങൾ മുകളിൽ കുങ്കുമം, നടുക്ക് വെള്ള, താഴെ പച്ച. കുങ്കുമം, വെള്ള, പച്ച. ദേശീയ പതാകയിലെ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് ധീരതയെയും ത്യാഗത്തെയും. ദേശീയ പതാകയിലെ പച്ച നിറം സൂചിപ്പിക്കുന്നത് സമൃദ്ധിയെയും ബലഭൂയിഷ്ഠത്തെയും. ദേശീയ പതാകയിലെ വെള്ള നിറം സൂചിപ്പിക്കുന്നത് സത്യത്തെയും സമാധാനത്തെയും. ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല ഹൂബ്ലി, കർണാടക. ദേശീയ പതാകയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം 24. ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള അശോക സ്തംഭത്തിൽ നിന്നാണ് അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പതാകയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജൂലൈ 22. ഇന്ത്യയിൽ പുതിയ പതാക നിയമം നിലവിൽ വന്നത് 2002 ജനുവരി 26. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി പിംഗലി വെങ്കയ്യ. ദേശീയ ചിഹ്നം. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം സിംഹമുദ്ര. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്ന്. സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത്. ദേശീയമുദ്രയിൽ കാണപ്പെടുന്ന മൃഗങ്ങൾ സിംഹം, കാള, കുതിര, ആന. ദേശീയമുദ്ര ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട വർഷം 1950 ജനുവരി 26. ചൈനയുടെ ദേശീയ ചിഹ്നം വ്യാളി. പാകിസ്ഥാൻ്റെ ദേശീയ ചിഹ്നം ചന്ദ്രക്കല. സ്പെയിൻ്റെ ദേശീയ ചിഹ്നം കഴുകൻ. ഗ്രീസിൻ്റെ ദേശീയ ചിഹ്നം ഒലിവ് ചില്ല. കാനഡയുടെ ദേശീയ ചിഹ്നം മേപ്പിൾ ഇല. അശോക ചക്രത്തിൻ്റെ മറ്റൊരു പേര് ധർമ്മചക്രം. ധർമ്മചക്രത്തിൻ്റെ വലത്തുഭാഗത്ത് കാണപ്പെടുന്ന മൃഗം കാള. ധർമ്മചക്രത്തിൻ്റെ ഇടത്തുഭാഗത്ത് കാണപ്പെടുന്ന മൃഗം കുതിര. ദേശീയമുദ്രയുടെ ചുവട്ടിലായി എഴുതിയിരിക്കുന്ന വാക്യം സത്യമേവ ജയതേ. ഏത് ഉപനിഷത്തിലുള്ള വാക്യമാണ് സത്യമേവ ജയതേ? മുണ്ടകോപനിഷത്ത്. സത്യമേവ ജയതേ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിപിയിലാണ്? ദേവനാഗിരി ലിപി. ദേശീയ കലണ്ടർ. കലണ്ടേ എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം കണക്ക് കൂട്ടുക. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷം. ശകവർഷം ആരംഭിച്ച കുശാന രാജാവ് കനിഷ്കൻ AD 78. ശകവർഷം ഇന്ത്യയുടെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വർഷം 1957 മാർച്ച് 22. ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രം. ശകവർഷത്തിലെ അവസാന മാസം ഫാൽഗുനം. ആദ്യ മാസം ചൈത്രം, അവസാന മാസം ഫാൽഗുനം. മലയാളം കലണ്ടറായ കൊല്ലവർഷം ആരംഭിച്ചത് AD 825. സൂര്യനെ കേന്ദ്രീകരിച്ചുള്ള മലയാളം കലണ്ടർ കൊല്ലവർഷം. ആദ്യ മാസം ചിങ്ങം, അവസാന മാസം കർക്കിടകം. സൂര്യനെ ആധാരമാക്കിയുള്ള തമിഴ് കലണ്ടറിലെ ആദ്യത്തെയും അവസാനത്തെയും മാസങ്ങൾ ചിത്തിരയും പങ്കുനിയും. ഇസ്ലാം മതത്തിലെ ഔദ്യോഗിക കലണ്ടർ ഹിജ്റ. ഹിജ്റ കലണ്ടർ എന്തിനെ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ചന്ദ്രനെ.
ഹിജ്റ വർഷം ആരംഭിക്കുന്നത് AD 622. മുഹമ്മദ് നബി മെക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത വർഷം. ആദ്യ മാസം മുഹറം, അവസാന മാസം ദുൽഹജ്ജ്. ജൂലിയൻ കലണ്ടറിലെ ആകെ ദിവസങ്ങൾ 365. BC 46-ൽ സോസി ജിൻസി എന്ന വാനശാസ്ത്രജ്ഞൻ്റെ ഉപദേശപ്രകാരം ജൂലിയസ് സീസർ ആരംഭിച്ച കലണ്ടർ ജൂലിയൻ കലണ്ടർ. അതിവർഷം എന്ന ആശയം ആദ്യം അവതരിപ്പിച്ച കലണ്ടർ ജൂലിയൻ കലണ്ടർ. 2012 ഡിസംബർ 21-ന് ലോകം അവസാനിക്കുമെന്ന് പ്രവചിച്ചിരുന്ന കലണ്ടർ മായൻ കലണ്ടർ. ജൂലിയൻ കലണ്ടറിൻ്റെ പോരായ്മ പരിഹരിച്ചുകൊണ്ട് നിലവിൽ വന്ന കലണ്ടർ ഗ്രിഗോറിയൻ കലണ്ടർ. AD 1 അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ഗ്രിഗോറിയൻ കലണ്ടർ. ഗ്രിഗോറിയൻ കലണ്ടർ രൂപപ്പെടുത്തിയ ഭിക്ഷോകുരൻ അലോഷ്യസ് ലിലിയസ്. ലോകത്തിൽ ഇന്ന് ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന കലണ്ടർ ഗ്രിഗോറിയൻ കലണ്ടർ. ഗ്രിഗോറിയൻ കലണ്ടർ ഗ്രിഗറി മൂന്നാമൻ മാർപ്പാപ്പ സ്ഥാപിച്ച വർഷം 1582. മെക്സിക്കോ, ഗോട്ടിമല, ഹോണ്ടുറാസ്, എൽ സാൽവദോർ എന്നീ രാജ്യങ്ങൾ പിന്തുടർന്നിരുന്ന കലണ്ടർ മായൻ കലണ്ടർ. മായൻ കലണ്ടറിൽ ഒരു വർഷത്തെ എത്ര മാസങ്ങളായി വിഭജിച്ചിരുന്നു? 18. ഒരു മാസം 20 ദിവസം. സൂര്യനെ ആധാരമാക്കിയുള്ള സൗര പഞ്ചാംഗം കണ്ടുപിടിച്ചത് ഈജിപ്തുകാർ. 24 മണിക്കൂറുകളായി ഒരു ദിവസത്തെ വിഭജിച്ചത് മെസോപ്പൊട്ടാമിയക്കാർ. ഭാഷകൾ. ഭാഷകളെക്കുറിച്ചുള്ള പഠനം ഫിലോളജി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ മാൻഡാരിൻ, ചൈനീസ്. ഇന്ത്യയിൽ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഭാഷകളുടെ എണ്ണം 22. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷ തെലുങ്ക്. ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ തെലുങ്ക്. ഭരണഘടനയിലെ ഏത് വകുപ്പ് അനുസരിച്ചാണ് ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായത്? 343(1). ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ടുള്ള സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, ഡൽഹി, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന. 1500 മുതൽ 2000 വർഷങ്ങൾക്കുമേൽ പഴക്കമുള്ള ഭാഷകൾക്കാണ് കേന്ദ്ര സർക്കാർ ക്ലാസിക്കൽ ഭാഷാ പദവി നൽകിയത്. നിലവിൽ 6 ഭാഷകൾക്കാണ് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ളത്. ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ തമിഴ്, സംസ്കൃതം, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ. ആദ്യമായി ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് തമിഴ്. ഏറ്റവും അവസാനമായി ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് ഒഡിയ. ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഇൻഡോ ആര്യൻ ഭാഷകൾ സംസ്കൃതം, ഒഡിയ. മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് 2013 മെയ് 23. 2013 മെയ് 23-നാണ് മലയാള ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ചത്. ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചതിലൂടെ ഭാഷാ വികസനത്തിനും ഗവേഷണത്തിനും വേണ്ടി 100 കോടി രൂപയുടെ സഹായം കേരളത്തിന് ലഭിക്കും. ഏറ്റവും പഴക്കമുള്ള ദ്രാവിഡ ഭാഷ തമിഴ്. ഏറ്റവും അവസാനം രൂപപ്പെട്ട ദ്രാവിഡ ഭാഷ മലയാളം. ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെട്ട ഭാഷകൾ മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്. മലയാളവും സംസ്കൃതവും ചേർന്ന ഭാഷ മണിപ്രവാളം. മാപ്പിള സാഹിത്യഭാഷ എന്നറിയപ്പെടുന്നത് അറബി മലയാളം. ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന ഭാഷ ഉറുദു. ഉറുദു ഭാഷയുടെ പിതാവ് അമീർ ഖുസ്രു. പാകിസ്ഥാൻ്റെ ഔദ്യോഗിക ഭാഷ ഉറുദു. പട്ടാള ക്യാമ്പുകളിലെയും രാജസദസ്സുകളിലെയും ഭാഷ എന്നറിയപ്പെടുന്ന ഭാഷ ഉറുദു. പഞ്ചാബി ഭാഷയുടെ ലിപി ഗുരുമുഖി. ഹിന്ദി ഭാഷയുടെ ലിപി ദേവനാഗരി. വലത്തുനിന്നിടത്തോട്ട് എഴുതുന്ന പ്രാചീന ലിപി ഖരോഷ്ടി. കേരളത്തിലെ ഏറ്റവും പ്രാചീന ലിപി ബ്രാഹ്മി.
സംസ്കൃത ഗ്രന്ഥങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി ദേവനാഗരി. മലയാളം ഗ്രന്ഥങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി ആര്യ എഴുത്ത്. ഇന്ത്യയിൽ ഫ്രഞ്ച് ഭാഷ പ്രചാരത്തിലുള്ള പ്രദേശം പുതുച്ചേരി. യേശുക്രിസ്തു സംസാരിച്ച ഭാഷ അരാമിക്. മീതൈ എന്നറിയപ്പെടുന്ന ഭാഷ മണിപ്പൂരി. സംസ്കൃത ഭാഷ സംസാരിക്കുന്ന കർണാടകത്തിലെ ഗ്രാമം മാത്തൂർ. ഗൗഡ സാരസ്വത ബ്രാഹ്മണന്മാരുടെ മാതൃഭാഷ കൊങ്കിണി. പഹാരി ഭാഷ സംസാരിക്കുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. പഹാരി ഭാഷ സംസാരിക്കുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. മാലിദ്വീപിലെ ഔദ്യോഗിക ഭാഷ ദിവ്വേഹി. ലിപിയില്ലാത്ത ഭാഷകൾ കൊങ്കിണി, തുളു. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ സംസ്ഥാനം നാഗാലാൻഡ്. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ സംസ്ഥാനം നാഗാലാൻഡ്. ഇന്ത്യയിൽ കൂടുതൽ ഭാഷകളുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ കൂടുതൽ ഭാഷകളുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ലക്ഷദ്വീപിലെ പ്രാദേശിക ഭാഷ മലയാളം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന കൃത്രിമ ഭാഷ എസ്പെരാൻഡോ. എസ്പെരാൻഡോ ഭാഷ അവതരിപ്പിച്ചത് ലൂഡിക് സാമെൻഹോഫ്. എസ്പെരാൻഡോ ഭാഷ അവതരിപ്പിച്ചത് ലൂഡിക് സാമെൻഹോഫ്. ഏറ്റവും കൂടുതൽ ഭാഷകളുള്ള രാജ്യം പാപ്പുവ ന്യൂഗിനിയ.